പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? മനോല്ലാസത്തോടെ ഇരിക്കൂ. മനസ്സിലായോ? ഒന്നുകൊണ്ടും പേടിക്കേണ്ട, കർത്താവുണ്ടല്ലോ, എല്ലാം നോക്കിക്കൊള്ളും. നമുക്ക് തുണയായി കൂടെയില്ലേ, പിന്നെന്തിനാണ് ഭയപ്പെടുന്നത്? ഒരിക്കൽ ഒരു ക്രിസ്ത്യാനിയല്ലാത്ത ഒരു സഹോദരി, ഒരു മാതാവ്, അവർ യേശുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടു. അവരെന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, എന്നെ ചെറുപ്പം മുതലേ വളരെ ഭക്തിയോടെയാണ് വളർത്തിയത്. ഞങ്ങളുടെ സുരക്ഷയ്ക്കായി ചില ശ്ലോകങ്ങളും മന്ത്രങ്ങളുമെല്ലാം പഠിപ്പിച്ചു തരും. അതെല്ലാം മനഃപ്പാഠമാക്കി ചൊല്ലിയിട്ടാണ് ഞാൻ പുറത്തു പോകാറ്. ഇപ്പോൾ ഞാൻ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു. എന്തെങ്കിലും ശ്ലോകമോ മന്ത്രമോ ചൊല്ലേണ്ടിയിരിക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. വളരെ ഇന്നസെൻ്റായിട്ടാണ് ചോദിച്ചത്, സത്യമല്ലേ? അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു, 91 സങ്കീർത്തനം ബൈബിളിലുണ്ട്. അത് സുരക്ഷയ്ക്കുള്ള സങ്കീർത്തനമാണ്. ദൈവം നമുക്ക് എങ്ങനെയാണ് സംരക്ഷണം തരുന്നത് എന്ന് അതിൽ പറയുന്നു. ദിവസവും നിങ്ങൾ പുറത്തു പോകുന്നതിന് മുൻപ് ആ വചനങ്ങൾ ചൊല്ലിയിട്ട് പോകൂ എന്ന് പറഞ്ഞു. അതെയോ? അവർ വളരെ ഉത്സാഹത്തോടെ ഞാൻ പറഞ്ഞത് ചെയ്യാമെന്ന് സമ്മതിച്ചു. ഈ സങ്കീർത്തനം, 91 സങ്കീർത്തനം, ദൈവം നമ്മുടെ സംരക്ഷണത്തെക്കുറിച്ച് എന്തുമാത്രം കരുതലുള്ളവനാണ് എന്ന് വ്യക്തമാക്കുന്നു. ഇതിൽ ഒരു വചനം നോക്കാം. 91 സങ്കീർത്തനം 11 വാക്യം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ വഴികളിലെല്ലാം കാക്കേണ്ടതിന് നാം ഒരുപാട് യാത്ര ചെയ്യുന്നു, അല്ലേ? മക്കൾ സ്കൂളിലേക്ക് പോകുന്നു, പഠിക്കുന്ന മുതിർന്ന കുട്ടികൾ കോളേജിലേക്ക് പുറപ്പെട്ടു പോകുന്നു, ജോലിക്ക് പോകുന്നവര് ജോലിക്ക് പോകുന്നു, ബൈക്കിൽ പോകുന്നു, കാറിൽ പോകുന്നു, സൈക്കിളിൽ പോകുന്നു. ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ട്രെയിനിൽ പോകുന്നു, ബസ്സിൽ പോകുന്നു, ഓട്ടോയിൽ പോകുന്നു. വലിയ ഓഫീസേഴ്സ് കാറിൽ പോകുന്നു. എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. എന്നെ നോക്കൂ, ശുശ്രൂഷയുടെ ജീവിതത്തിൽ പകുതിയും യാത്രയിലായിരിക്കും. പല വിധത്തിലുള്ള യാത്ര. ബസ്സിൽ പോകും, ട്രെയിനിൽ പോകും, കാറിൽ പോകും, വിമാനത്തിൽ പോകും. ഇങ്ങനെ ജീവിതത്തിൽ പകുതി കാലവും യാത്രയായിരിക്കും. എത്രയോ ആപത്തുകളും അപകടങ്ങളും സംഭവിക്കുന്നത് കേൾക്കാം. അപ്പോൾ യാത്രയിൽ നമുക്കെന്താണ് ഗ്യാരണ്ടി ഉള്ളത്? ദൈവം വാക്ക് തന്നിരിക്കുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്, നിന്റെ യാത്രകളിൽ നിന്നെ കാക്കേണ്ടതിന് ദൈവം ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവദൂതന്മാർ, കോടാനുകൂടി ദൈവദൂതന്മാരെ ദൈവം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. അതിൽ കാവൽ കാക്കുന്ന ദൂതന്മാരുമുണ്ട്. അവരോട് ദൈവം കൽപ്പിക്കും, എന്റെ മക്കൾ യാത്ര ചെയ്യുന്നു, ആ വാഹനത്തെ കാത്തു സൂക്ഷിക്ക്. എന്റെ മകൻ ബൈക്കിൽ യാത്ര ചെയ്യുന്നു, നീ അവനെ കാത്തു സൂക്ഷിക്ക്. എന്റെ മക്കൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, കാത്തു സൂക്ഷിക്ക്. നമുക്ക് കാണാനാവാത്ത ഒരു ദൈവദൂതന്മാരുടെ സാന്നിധ്യം നമ്മെ വളഞ്ഞിട്ടുണ്ടാകും. ഞാൻ പലപ്പോഴും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കും, കർത്താവേ, അങ്ങയുടെ ദൂതന്മാരെ എന്നെ സംരക്ഷിക്കാനായി അയച്ചു തന്നതിന് സ്തോത്രം, ആജ്ഞാപിച്ചതിനായി സ്തോത്രം. ഈ വചനം ചൊല്ലി സ്തുതിച്ചതിന് ശേഷമാണ് ഞാൻ യാത്ര ചെയ്യാറ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ദൈവ സാന്നിധ്യത്തെയും ദൈവദൂതന്മാരുടെ സാന്നിധ്യത്തെയും നമുക്കറിയുവാൻ സാധിക്കും. നമ്മോടൊപ്പം വരുന്ന വാഹനത്തിൽ ദൈവദൂതന്മാർ സഞ്ചരിക്കുന്നത് നമുക്കറിയുവാൻ സാധിക്കും. അവരൊരു സ്പിരിച്വൽ ബീയിങ് ആണ്. ജഡീക കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല, പക്ഷേ അവരുടെ സാന്നിധ്യം നിങ്ങൾക്കറിയാൻ സാധിക്കും. ഒരു ദൂതൻ അടുത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനത് പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ആപത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പല അനുഭവങ്ങളുമുണ്ട്. അതിലൊരു കാര്യം, അനേകം വർഷങ്ങൾക്ക് മുൻപ് ഞാനും ശുശ്രൂഷയിലെ ഒരു സുഹൃത്തും, ഞങ്ങൾ രണ്ടുപേരും അമേരിക്കയില് ലോസ് ഏഞ്ചലസ് പട്ടണത്തിൽ ശുശ്രൂഷയ്ക്കായി ഒരു സ്ഥലത്തു നിന്ന് ലോസ് ഏഞ്ചലസ് പട്ടണത്തിലേക്ക് പോയിരുന്നു. ഞാനെപ്പോഴും വിൻഡോ സൈഡിലിരുന്ന് കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ വിമാനത്തിൽ വിൻഡോ സൈഡിലിരുന്നു. ലോസ് ഏഞ്ചലസ് എന്നത് വലിയ ഒരു പട്ടണമാണ്. ആ പട്ടണത്തിൽ മൊത്തം 4 എയർപോർട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ പട്ടണത്തിന്റെ മുകളിലൂടെ വിമാനം പറക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു ചുഴലിക്കാറ്റടിക്കാൻ ആരംഭിച്ചു. വിമാനം ചായ്ഞ്ഞ് അങ്ങനെ കമഴ്ന്ന് വീഴുന്നത് പോലെയായി. ഡയറക്ഷൻ നേരെ എതിരായി. ഞാൻ വിൻഡോയിലൂടെ വിങ്സ് തിരിയുന്നതെല്ലാം വ്യക്തമായി കണ്ടു. ഞാൻ കരുതി, ഇന്ന് വിമാനയാത്ര അത്ര തന്നെ, എല്ലാം തീർന്നു, ഇന്ന് നമ്മുടെ കഥ അവസാനിക്കാൻ പോവുകയാണ്. ഹൃദയം പുറത്തേക്ക് വന്നതുപോലെയുള്ള ഒരു തോന്നൽ. വിമാനം അങ്ങനെ ചാഞ്ഞുകൊണ്ടേ പോകുന്നു. അതിനെ കുത്തനെ വീഴ്ത്തുന്ന വിധത്തിലായിരുന്നു ചുഴലിക്കാറ്റ്. അപ്പോൾ ദൈവത്തിന്റെ വചനം, കർത്താവേ, എന്നെ കാക്കുവാൻ അങ്ങ് ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. ഈ വിമാനം ഭദ്രമായി ഇറങ്ങുവാൻ ദൂതന്മാര് സഹായിക്കുന്നതാണ്.
ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഇനിയും അങ്ങയുടെ ശുശ്രൂഷ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അത് പൂർത്തിയാക്കുന്നതുവരെ അങ്ങെന്നെ വിളിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കാക്കുവാനായി ദൂതന്മാരെ തന്നതിന് സ്തോത്രമെന്ന് ഞാൻ സ്തുതിച്ചു. അത്ര തന്നെ. ചാഞ്ഞുകൊണ്ടിരുന്ന വിമാനം വീണ്ടും ശരിയായി നേരെ പറക്കാൻ ആരംഭിച്ചു. ഡയറക്ഷൻ മാറി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് വിമാനം ഭദ്രമായി താഴെയിറക്കി. ഒരു വലിയ ആപത്ത് ഇതേപോലെ പല സമയത്ത് പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവദൂതന്മാരെ കൊണ്ട് ദൈവം കാത്തു സൂക്ഷിച്ചത്. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലും ചിന്തിച്ചു നോക്കൂ. ഒരു നൊടിയിട കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയാറില്ലേ? അതെങ്ങനെ? ദൈവം ഒരു ദൂതനെ അയച്ച് നിങ്ങളെ സംരക്ഷിച്ചു. നിങ്ങളുടെ മക്കൾ ദൈവദൂതന്മാരെ ദർശിക്കും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. മക്കളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ, കർത്താവേ, എന്റെ കുഞ്ഞിനെ ദൈവദൂതന്മാർ കൂടെയിരുന്ന് സംരക്ഷിക്കുന്നതിനായി സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ചയക്കൂ. വിശ്വാസത്തോടെ ഏറ്റുപറയൂ. ഈ വാഹനത്തിൽ അങ്ങ് കൂടെ വരുന്നു, ദൈവദൂതന്മാരെ അയക്കുന്നു, സ്തോത്രം കർത്താവേ. ആ ഒരു വാക്ക്, വിശ്വാസം, ഏറ്റുപറച്ചിൽ, നിങ്ങൾ ദൈവത്തിന്റെ മേൽ വെച്ചിരിക്കുന്ന വിശ്വാസത്തെ ഏറ്റുപറയുമ്പോൾ ആ സംരക്ഷണമുണ്ടാവുന്നത് മനസ്സിലാവും. അതുകൊണ്ട് 91-ാം സങ്കീർത്തനത്തെ മനഃപ്പാഠമാക്കൂ. യാത്ര ചെയ്യുമ്പോഴെല്ലാം അത് ചൊല്ലി ദൈവത്തെ സ്തുതിക്കൂ. ദൈവത്തിന്റെ സംരക്ഷണമുണ്ടാവുന്നത് നിങ്ങൾ കാണും. ഇന്നെങ്ങോട്ടോ യാത്ര പോകുന്നുണ്ടോ? വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ? എങ്കിൽ ഹൃദയത്തിൽ കൈവയ്ക്കൂ. കർത്താവേ, എന്നെ കാക്കുവാനായി അങ്ങയുടെ ദൂതന്മാരെ കൽപ്പിച്ചതിന് സ്തോത്രം പറയുന്നു. ഞാൻ പോകുന്നിടത്തെല്ലാം പോക്കിലും വരവിലും ദൂതന്മാരെന്നെ കാത്തു സൂക്ഷിക്കുന്ന സ്നേഹത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ